പള്ളത്തുപടി ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവം ആത്മീയ ഭംഗിയിൽ ഭക്തിസാന്ദ്രമായി നടന്നു. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ കൽപക വെഡ്ഡിങ്സ്, നോർത്ത് പറവൂർ. നായിരമ്പലം പള്ളത്തുപടി ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവം മാർച്ച് 19 മുതൽ 22 വരെ അതീവ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മഠം നന്ദകുമാർ എമ്പ്രാന്തിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾക്ക് ഭക്തിയുടെ മഹത്വം നിറഞ്ഞ തുടക്കമായി. രാവിലെ ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങുകൾ നാരായണീയ പാരായണം, പ്രാസാദശുദ്ധി, രക്ഷോഘന ഹോമം തുടങ്ങിയ വിശുദ്ധ പൂജകളിലൂടെ ദൈവിക ചൈതന്യം പകർന്നു. മാർച്ച് 21 നടന്ന അശ്വതി മഹോത്സവം അനേകം ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ആത്മീയോജ്വലമായി മാറി. ഉച്ചപൂജയും പ്രസാദഊട്ടും ഭക്തിഭാവത്തിൽ ലയിച്ച അനുഭവമായി. വൈകുന്നേരം നടന്ന താലം വരവ് ദീപപ്രഭയുടെ ശോഭയിൽ ഭക്തിയുടെ ഉത്സവമാക്കി മാറി. മാർച്ച് 22 ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം കൊടുങ്ങല്ലൂരിലെ ബ്രഹ്മശ്രീ സത്യധർമ്മൻ അടികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ഗുരുതി മഹോത്സവം ഭക്തർക്കെല്ലാം വേറിട്ടൊരു ആത്മീയ അനുഭവമായി. ദൈവിക ശക്തിയുടെ സാന്നിധ്യം നിറഞ്ഞ ആ നിമിഷങ്ങൾ ഭക്തഹൃദയങ്ങളിൽ ദീർഘകാലം നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മയായി മാറി. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, നായിരമ്പലം. ഗുരുഭ്യോ നമഃ. ഗംഗണമതേ നമഃ. ശ്രീ മഹാദേവ്യേ നമഃ. നമസ്കാരം. ഞാൻ നായരമ്പലം എമ്പ്രാം മഠം വാസുദേവൻ എമ്പ്രാന്തിരിയുടെ മകൻ നന്ദകുമാർ എമ്പ്രാന്തിരി. ഞാൻ ഈ നായരമ്പലം പള്ളത്തുപടി കുടുംബ ട്രസ്റ്റ് വക ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ തന്ത്രിയാണ്. ഈ ക്ഷേത്രം പ്രതിഷ്ഠിതമായിട്ട് ഏതാണ്ട് ഒരു വ്യാഴവട്ടകാലം ആകും. ബ്രഹ്മശ്രീ വടക്കേടത്ത് താമരപ്പള്ളി ജാതവേദൻ നമ്പൂതിരിപ്പാടാണ് ഈ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചിട്ടുള്ളത്. ദേശക്ഷേത്രങ്ങളിൽ നിന്നോ മഹാക്ഷേത്രങ്ങളിൽ നിന്നോ വ്യത്യാസമായിട്ട് കുടുംബ ക്ഷേത്രങ്ങളിൽ സാധാരണയായിട്ട് ആചരിച്ചു വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി രേവതി പ്രതിഷ്ഠാ ദിനവും അശ്വതി മഹോത്സവമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ആചാരം നടന്നു വരുന്നത്. പ്രതിഷ്ഠാ ദിനത്തിൻ്റെ പൂജകളിൽ പ്രാസാദ ശുദ്ധി ആദിയായിട്ട് ബിംബശുദ്ധി പര്യന്തം വിസ്തരിച്ചുള്ള ശുദ്ധിക്രിയകളെല്ലാം തന്നെ നിശ്ചയിച്ചിട്ടുള്ളതും അശ്വതി മഹോത്സവത്തിന് ഉദയാസ്തമന പൂജയും ഭരണിക്ക് കൊടുങ്ങല്ലൂർ കാവിലെ അടികൾ എന്നൊക്കെയുള്ള ഗുരുതി മഹോത്സവവും അതോടുകൂടിയാണ് വാർഷികമായിട്ടുള്ള പൂജകൾ പര്യവസാനിക്കുക. ഇത് പ്രതിഷ്ഠയായ കാലത്ത് നിശ്ചയിച്ചിട്ടുള്ള പടിത്തരത്തിൽ നിന്ന്
യാതൊരു ലുപ്തിയും കൂടാതെ നാളിതുവരെ ഇത് ആചരിച്ചു പോരുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു മഹാത്മ്യം. ഇവിടെ ശ്രീഭദ്രാദേവിയെ കൂടാതെ പൂർവികമായി ആചരിച്ചു വന്നിട്ടുള്ള വീരഭദ്രൻ, മുത്തപ്പൻ, വിഷ്ണുമായ എന്നിവരും ആമയുടെ മംഗലത്ത് നിന്ന് പ്രതിഷ്ഠ കഴിച്ചിട്ടുള്ള നാഗരാജാവ്, നാഗയക്ഷി, അഖില സർപ്പം എന്നിവരും ഈ കുടുംബക്ഷേത്രത്തിൽ സാന്നിധ്യം ചെയ്തു വരുന്നു.